ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ പാട്രിയറ്റ് എന്ന ചിത്രം എന്താ പരാജയപ്പെടാനുണ്ടായ കാരണം എന്ന് നമുക്ക് നോക്കാം. പാട്രിയറ്റ് എന്ന ചിത്രം എല്ലാവരും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ സിനിമ ആയിട്ട് വരുമെന്ന് എഴുതിയിട്ടാണ് എല്ലാവരും പടം കാണാൻ പോയത്. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട് ഒക്കെ ഉള്ളൊരു കൺസെപ്റ്റിൽ. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ നയൻതാര, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, ഇതൊക്കെ വലിയ താരങ്ങളാണല്ലോ. അപ്പോൾ ഇത് തന്നെ വലിയ ഹ്യൂജ് മാർക്കറ്റാണ്. അങ്ങനത്തെ ഒരു സിനിമയാണെന്നാണ് ഇവർ എല്ലാവരും വിചാരിച്ചത്. പക്ഷേ പ്രതീക്ഷകളെ അതായത് തകിടം മറിച്ചുകൊണ്ട് തന്നെ ഇത് ഒരു ഫേക്ക് സ്റ്റോറി ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. പൊതുവേ നമ്മുടെ അയാളുടെ പടം ഉണ്ടല്ലോ, ഇതിൻ്റെ സംവിധായകൻ മഹേഷ് നാരായണൻ, അയാൾ നല്ല കൺസെപ്റ്റിൽ പടം എടുക്കുന്ന ആളാണ്. ഇപ്പോൾ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ചിത്രം ഇപ്പോൾ നല്ല കൺസെപ്റ്റാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട ചിത്രമാണ്. അതേ മോഡലിലാണ് എല്ലാവരും കാണുന്നത്. അല്ലാതെ മാസോ അല്ലെങ്കിൽ ഒരു വലിയ എൻ്റർടൈൻമെൻ്റ് അല്ല, ഒരു റിയലിസ്റ്റിക് ഫിലിം എന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഈ ചിത്രം വന്നപ്പോൾ ജനങ്ങളത് കണ്ടപ്പോൾ അവർക്കത് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസകരമല്ലാത്ത സ്റ്റോറി, എന്തോ ഒരു കുറവുള്ള പോലെ തോന്നി. അത് മാത്രമല്ല, മോഹൻലാൽ എന്ന നടനെ വളരെയധികം വളരെ താഴെയാക്കിയിരിക്കുന്നു. അതായത് വികലാംഗ കഥാപാത്രമായിട്ട് അത് മാറ്റിയിരിക്കുന്നു. ഇത് ലാൽ ഫാൻസിനൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം അവർക്ക് നിരാശയായി തിയേറ്ററിൽ കിടന്ന് ഉറങ്ങി അവർ ഈ പടം കാണണ്ടെന്ന് വെച്ചു. അപ്പോൾ ലാൽ ഫാൻസ് കണ്ടില്ല എന്നതിൻ്റെ അർത്ഥം നല്ല ഫാമിലി ഓഡിയൻസ് പടത്തിന് വരില്ല എന്നാണ്. അങ്ങനെ മോഹൻലാലിൻ്റെ കെയർ ഓഫിൽ ഇനീഷ്യൽ ഫുള്ളായിട്ട് വന്ന ഈ പടം അവസാനം എന്ത് സംഭവിച്ചു? ഈ പടം പരാജയപ്പെട്ടു. അപ്പോൾ മമ്മൂട്ടിക്ക് സ്വന്തമായിട്ടുള്ളൊരു ക്രൗഡ് ഫ്ലോ ഉണ്ടാക്കാൻ ഒരു പരിധി കഴിഞ്ഞാൽ കഴിയില്ല എന്നാണ് ഈ ചിത്രം അടിവരായിട്ട് പറയുന്നത്. ഈ ചിത്രം എൻ്റെ അഭിപ്രായത്തിലൊരു സുഡാപ്പി അജണ്ടയാണ്. അതായത് മുസ്ലിം തീവ്രവാദ, അതായത് ജിഹാദി ടൈപ്പിലുള്ള സിനിമയാണ്. മലയാളത്തിൽ വരുന്ന മിക്ക ചിത്രങ്ങളും ഇപ്പോൾ അങ്ങനെ ജിഹാദി ടൈപ്പ് ചിത്രങ്ങളാണ് വരുന്നത്, അതിൻ്റെ അജണ്ടയുള്ള ചിത്രങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ അങ്ങനെ ഒരുപാട് പടങ്ങൾ അങ്ങനെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് എടുത്ത് പറയാൻ എനിക്ക് കൊണ്ട് പറ്റില്ല. അപ്പോൾ അത് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ ചിത്രത്തിൽ സുഡാപ്പിക്കാർ ഉണ്ടാക്കി വെച്ച അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കേരളത്തിൽ മൊത്തം, അതായത് ഈ മുഖ്യമന്ത്രി തൊട്ട് സൂപ്പർ സ്റ്റാർ തൊട്ടൊക്കെ മുസ്ലിമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളും ഒക്കെ ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ആധിപത്യം ഉണ്ടാക്കുകയാണ്. അവിടുത്തെ പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ എന്ത് ബിസിനസ്സായാലും ഞങ്ങൾ പൈസ തരാം, ഭരണം ഞങ്ങളുടെ കയ്യിലായിരിക്കും, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ പോവാണ്. അപ്പോൾ ഇവർക്കും റിസ്ക് ഇല്ല, ഓണേഴ്സിനും വലിയ റിസ്ക് ഇല്ല, കാരണം അവർക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളൊക്കെ ഒരു വിലയ്ക്ക് വാങ്ങുന്നത്. ഒരു ഡിബേറ്റ് വെച്ചാൽ തന്നെ നോക്കിയേ, ഒക്കെ ഈ സുഡാപ്പികൾക്കാണ് നമുക്ക് സപ്പോർട്ട് നൽകുന്നത്. അതിലത്തെ ആങ്കറൊക്കെ ആണെങ്കിലും അവർക്കാണ് കൂടുതൽ സപ്പോർട്ടീവായിട്ട് പറയുക. ഇവിടെ നമുക്ക് ആ പാട്രിയറ്റിൻ്റെ കഥാകരണം നമുക്ക് നോക്കാം. അതായത് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രാജ്യമെമ്പാട് CC ക്യാമറ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതായത് മൊബൈലിലാണെങ്കിലും മൈക്രോ ചിപ്പിലാണെങ്കിലും ഒക്കെ ഈ ക്യാമറയുടെ ഇതുണ്ട്, ഒരു വാല്യൂ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ തീവ്രവാദ സംഘടനകൾക്കും ഒന്നും ഇവിടെ നിലനിൽപ്പില്ല. അവർ ഏത് തുരങ്കത്തിൽ പോയാലും അവിടുന്ന് ഒരു പിടിക്കും. ഭരണപ്പാരകയില BJPയുടെ കയ്യിലാണ്, ഹിന്ദുത്വത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീവ്രവാദികൾക്ക് ഇവിടെ പച്ച പിടിക്കാൻ കഴിയില്ല. തീവ്രവാദം ഇവിടെ കൂടിക്കഴിഞ്ഞാൽ വേരോടെ തകർക്കാൻ മനസ്സിലാക്കാനൊക്കെ ഈ CC ക്യാമറ വഴി പറ്റും. അപ്പോൾ ഇവർ അതിനെതിരെയുള്ളൊരു നടത്തുകയാണ്. അത് വേറെ രീതിയിൽ അവർ ഇമോഷണലി വേറെ രീതിയിൽ കൊടുക്കുകയാണ്. അതായത് ഈ CC ക്യാമറാസ് നമ്മുടെ പ്രൈവസിയെ കളയുന്നു. സ്ത്രീകൾക്ക് നമുക്ക് ബാത്റൂമിൽ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സ്ത്രീകൾ റീൽസിലൊക്കെ തുണി അയച്ചിട്ടും, അതായത് ഒരു വ്യാപാരം നടത്തുകയാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇങ്ങനെ
CC ക്യാമറ ഇത് വളരെയധികം ജനങ്ങളിൽ ഉപദ്രവമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്ത നായകനെ നാട് കടത്തേണ്ടി വന്നു. അതായത് ഗവൺമെൻറ് ഓൾറെഡി ഇത് അനാവശ്യമായിട്ടുള്ള കുത്തിത്തിരിപ്പാണ്, അത് രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ നാട് കടത്തുന്നു. അതാണ് കഥ. അപ്പോൾ അവിടെ നിന്നും ഇതിലത്തെ വിവരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക, അത് കേസ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് നായക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആൾക്കാർ ഇയാളെ കൊല്ലാൻ നിൽക്കുകയാണ്. അതൊക്കെയാണ് കഥ. അപ്പോൾ ഒരു ഘട്ടത്തിൽ മോഹൻലാൽ, അതായത് ഇയാളുടെ കൂട്ടുകാരൻ, സഹായിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ആർമീനെയും പരിഹസിച്ച് പറയുന്നുണ്ട്. അതായത് ഈ മോഹൻലാൽ എന്ന കഥാപാത്രം ഇത്ര കാലം ഇന്ത്യൻ ആർമീനെ സേവിച്ചിട്ട് എന്താ കിട്ടിയത്, കാലം കയ്യും പോയി, ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വേസ്റ്റാണ്. ഇത് പൊതുവെ പറയുന്നത് നമ്മൾ ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണം, ഇന്ത്യ ഇതാക്കണം, അതായത് വിഭജിക്കണം. ഇതൊക്കെ തന്നെയാണ് പൊതുവായിട്ടുള്ള ജിഹാദി കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സാധാരണ ജനങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഥ അങ്ങോട്ട് ഒരു രസകരമായിട്ട് തോന്നുന്നില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ ഇതിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പടം വിജയിക്കും, ആൾക്കാർ ചിലപ്പോൾ കണ്ടുവരിക്കും. ഇപ്പോൾ എമ്പുരാൻ വിജയിച്ചില്ലേ, ജനഗണമന വിജയിച്ചില്ലേ. ഇതെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ കുഴപ്പമുണ്ട്. മമ്മൂട്ടിക്ക് ഈ മേലനങ്ങി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നിട്ടുള്ള പരിപാടിയെ പറ്റുള്ളൂ. നിന്നുകൊണ്ട് ഡാൻസ്, നിന്നുകൊണ്ട് സ്റ്റണ്ട്, നിന്നുകൊണ്ടുള്ള പരിപാടി മാത്രം മതി. കാരണം മമ്മൂട്ടിയുടെ കാല് വികലാംഗനാണെന്ന് തോന്നുന്നു, ഒരു കാല് സ്വാധീനമില്ല തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആളിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ സ്റ്റാർ ഇങ്ങനെ ചെയ്യണം, മേലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടി എന്തെങ്കിലും ചെയ്യും. പക്ഷെ അത് വളരെ പ്രശ്നത്തിലാവും, അവസാനം ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ ആ പാവം കൂടിയും ഭയങ്കരമാണ്. എന്നാലും സുഡാപ്പികളും മമ്മൂട്ടീനെ ഉയർത്തുകയാണ്, കാരണം മമ്മൂട്ടി മുസ്ലിമാണല്ലോ. അങ്ങനെ ഒരു കേസിൽ ഇത് വരുത്തുന്നുണ്ട്. മമ്മൂട്ടിയെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്, വയറൊക്കെ ചാടി, ഒരു ഒരു വീക്കായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹീറോയിസും ഇല്ല. എന്നാൽ അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിനാണെങ്കിൽ വികലാംഗ കഥാപാത്രം, അയാളെ പട്ടി കൊല്ലണ പോലെ ലിഫ്റ്റിൽ കൊല്ലണമുണ്ട്. ഇങ്ങനെ അറിയാം. പിന്നെ കുഞ്ചാക്ക മോഹൻ്റെ റേഞ്ചൊക്കെ അറിയില്ലേ, വലിയ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കൊണ്ട് വലിയ ഇതൊന്നും ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റില്ല എന്നാണ് വേറെ സത്യം. പറ്റില്ല എന്ന് മാത്രമല്ല, പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അയാൾ അതിനുള്ള ഒരു ആകാരമില്ല എന്നുള്ളത്. പിന്നെ ഫഹദ് ഫാസിൽ എന്തെങ്കിലും ഒരു ഇത് ഇരുന്നില്ല, ഇതാണ് അപ്പിയറൻസിലും ആളൊരു ഇതായിട്ട് തോന്നുന്നത്. പക്ഷേ ഇവരുടെ ആക്ടിങ് ഒക്കെ നല്ലതാണെങ്കിലും ഇതൊരു നന്നായില്ല പടം, ജനങ്ങൾക്കൊരു രസമായിട്ട് തോന്നിയില്ല. ഈ പടം ഇത്ര കളക്ഷൻ നേടിയത് മോഹൻലാലുള്ളത് കൊണ്ടാണ്. അതെല്ലാവരും അറിയാം, എല്ലാവർക്കും അറിയാം, സുഡാപ്പികൾക്കിടയ്ക്ക് അറിയാം മോഹൻലാലിൻ്റെ ആ ജനപ്രീതി. പക്ഷെ അത് ഇല്ലാതാക്കുകയാണ്. അത് എല്ലാവരും ഓർക്കരുത്. അതായത് ഹിന്ദുക്കളെയാണ് പറ്റിക്കുന്നത്. മോഹൻലാൽ ഒന്നുമല്ല, മമ്മൂട്ടിയാണ് വലുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് മുസ്ലിങ്ങൾക്കറിയാം മോഹൻലാൽ തന്നെയാണ് മലയാള സിനിമയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു ഹീറോ. ബാക്കിയുള്ളവരൊക്കെ വല്ലപ്പോഴൊക്കെ ഓരോന്ന് ഹിറ്റ് കൊടുത്തായി. മമ്മൂട്ടിയൊന്നും 100 കോടി ഇനി കിടക്കാൻ പോകുന്നില്ല, അതൊരു സത്യം തന്നെയാണ്. വലിയ ആൾക്ക് ഇതാണ് പേട്രിയറ്റിൻ്റെ പരാജയ കാരണം. ഓക്കെ.